ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്മൂത്തിയാണ്. ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു സ്മൂത്തി. സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം അളവിൽ നമ്മൾ സ്ട്രോബെറി എടുത്തു. ഒരു ആപ്പിള്, ഒരു പഴം, അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് റോബസ്റ്റ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് പാല്, കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ സ്ട്രോബെറി എല്ലാം നന്നായി വൃത്തിയായി കഴുകി നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ആപ്പിളിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ആപ്പിളിൻ്റെ തോല് കളഞ്ഞെടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അതാണ് ഞാനിവിടെ തോല് കളഞ്ഞ് എടുക്കുന്നത്. ചിലർ തോലിട്ടും തന്നെ സ്മൂത്തി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ വേണ്ട. ഇപ്പോഴത്തെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മരുന്നടിക്കലൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആപ്പിൾ ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് മിക്സിയിലിട്ട് കൊടുക്കാം. മുറിച്ച് ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറി എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. 200 ഗ്രാം അളവിലാണ് സ്ട്രോബെറി എടുത്തിരിക്കുന്നത് കേട്ടോ. പഴം ഒരെണ്ണം മതിയാകും. റോബസ്റ്റ് വലിയ പഴമാണെങ്കിൽ, ചെറിയ പഴമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഞാലിപ്പൂവിനൊക്കെ എടുക്കുകയാണെങ്കിൽ 2 or 3 എടുത്തെന്ന് വെച്ച് കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എപ്പോഴും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണമെന്ന് നിർബന്ധമില്ല. ഞാനൊരു ദിവസം അതിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന്. ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മധുരത്തിൻ്റെ അളവ് നോക്കി നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സ്മൂത്തി ആക്കി എടുക്കണമല്ലോ. നല്ല പോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. കണ്ടോ, നല്ലൊരു ഫ്രൂട്ട്സിൻ്റെ ഹെൽത്തിയായ ഒരു സ്മൂത്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുന്നവർക്ക് രാവിലെ ഇത് കഴിക്കാവുന്നതാണ്. ഇതിൽ ആപ്പിളും പഴവും സ്ട്രോബെറി പാലും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിലർ തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ സമയം കിട്ടാത്തവർക്കാണെങ്കിൽ ഇതുപോലെ സ്മൂത്തി ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലോ മറ്റോ കൊണ്ടുപോവുകയാണെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് കുടിക്കുകയോ മറ്റോ ചെയ്യാം. അത്യാവശ്യം നല്ല ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് സ്മൂത്തി. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ്സിലാക്കി മാറ്റി അതിൽ ചെറിയ രീതിയിൽ ആപ്പിളും സ്ട്രോബെറിയൊക്കെ വെച്ച് ഗാർണിഷൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാൽ എന്താ ചെയ്യണ്ടേ? ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബും തരാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.